മുദ്രകളും പരിശീലിക്കണം. മുദ്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 എണ്ണമാണ്. അവ ഇവയാണ്: 1 മകരമുദ്ര, 2 വിപരീത കണമുദ്ര, 3 കേസരിമുദ്ര. 1 മഹാമുദ്ര എന്നാൽ സിദ്ധസനതിയിലിരിക്കുക, വലതുകാൽ നീട്ടി 2 കൈകളാലും മുറുകെ പിടിക്കുക, ഇടതുകാലിന്റെ കുതികാൽ ഉപയോഗിച്ച് മലദ്വാരത്തിനും യോനിക്കുമിടയിലുള്ള ഭാഗത്ത് സൗമ്യമായി അമർത്തുക എന്നാണ്. ശരീരത്തിന്റെ 9 ദ്വാരങ്ങളും അടച്ച കഷണം നെഞ്ചിൽ വയ്ക്കണം. തുടർന്ന് പ്രാണായാമം ചെയ്യണം. ഈ പരിശീലനത്തിലൂടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും സജീവമാകുന്നു, അവ നിർത്തപ്പെടുന്നു, എല്ലാ പാപങ്ങളും നീക്കം ചെയ്യപ്പെടുകയും ജീവൻ വികസിക്കുകയും ചെയ്യുന്നു. ഇത് സാധകന് അഭൂതപൂർവമായ സൗന്ദര്യം നൽകുകയും മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. അവന്റെ ഇന്ദ്രിയങ്ങൾ കീഴടക്കപ്പെടുന്നു, അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. ലിംഗത്തിനുള്ളിൽ 2 വിപരീത കരണമുദ്ര നടത്തണമെങ്കിൽ പ്രാണായാമം ചെയ്തതിന് 1 മണിക്കൂർ മുമ്പോ 1 മണിക്കൂർ കഴിഞ്ഞോ തല നിലത്ത് വെച്ചുകൊണ്ട് 2 കാലുകളും ഉയർത്തിപ്പിടിക്കണം. അതായത് ഒരാൾ തലകീഴായി നിൽക്കണം. ആദ്യം ഒരാൾക്ക് മരത്തിന്റെ ശാഖയിൽ 2 കാലുകളും പിടിച്ച് തല താഴേക്ക് തൂങ്ങിക്കിടക്കാം. ഒരാൾ ഇതുപോലെ നിൽക്കുകയും അവിടെ സൗമ്യമായി നീങ്ങുകയും വേണം. ഒരു യോഗി ദിവസവും 3-4 മണിക്കൂർ ഈ മുദ്ര അഭ്യസിച്ചാൽ അവൻ മരണത്തെ ജയിക്കുന്നു. മഹാപ്രളയത്തിൽ പോലും അവൻ നശിപ്പിക്കപ്പെടുന്നില്ല. ഈ മുദ്ര അഭ്യസിക്കുന്ന ഒരാൾ അമൃത് ഭക്ഷിക്കുന്നവനെപ്പോലെയാകും. ആനന്ദ 3 കേസരി മുദ്ര എന്നാൽ താമരയുടെ ഇരിപ്പിടത്തിലിരിക്കുന്ന യോഗി 2 പുരികങ്ങൾക്കിടയിൽ തന്റെ നോട്ടം ഉറപ്പിക്കുകയും നാവ് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് അത് അമൃതിന്റെ ഉറവിടത്തിലേക്ക് നയിക്കുകയും വേണം എന്നാണ്. നാവ് ആദ്യം തൊണ്ടയുടെ മുകൾ ഭാഗത്തുള്ള ദ്വാരത്തിൽ സ്പർശിക്കണം. ആ ദ്വാരത്തിലാണ് അമൃതിന്റെ ഉറവിടം സ്ഥിതി ചെയ്യുന്നത്. നാവ് അമൃത് കുടിക്കാൻ തുടങ്ങിയാൽ മനസ്സ് അസ്വസ്ഥമാകില്ല. കേസരി മുദ്രയിൽ ജപം സ്വീകരിക്കണമെങ്കിൽ നാവ് നീളമുള്ളതായിരിക്കണം. നാവ് നീളമുള്ളതായിരിക്കണം. തൊണ്ടയുടെ മുകൾ ഭാഗത്തിലൂടെ 2 പുരികങ്ങൾക്കിടയിലുള്ള ഭാഗത്തേക്ക് പോകുന്നില്ലെങ്കിൽ ഒരാൾക്ക് അമർത്യത കൈവരിക്കാൻ പ്രയാസമാണ്. എങ്ങനെ നാവ് വികസിപ്പിക്കാം? മഞ്ഞളും കറുത്ത ഉപ്പും അല്ലെങ്കിൽ കറുത്തുപ്പും ലഭ്യമല്ലെങ്കിൽ സാധാരണ ഉപ്പും ചേർത്ത് പൊടിക്കുക. മുളക് വറുത്ത തുല്യ അനുപാതത്തിൽ ചേർക്കുക. എല്ലാ ദിവസവും രാവിലെ ഈ പൊടി ഉപയോഗിച്ച് പല്ല് തേക്കുക. കൂടാതെ ഈ പൊടിയുടെ ഒരു നുള്ള എടുത്ത് കഴിക്കുക. പശുവിന്റെ മുലക്കണ്ണ പാൽ കുടിക്കുന്നതുപോലെ നാവ് പിടിച്ച് പതുക്കെ പുറത്തെടുക്കുക. എല്ലാ ദിവസവും രാവിലെ 10-15 മിനിറ്റ് ഇത് പരിശീലിക്കുക. കേസരി മുദ്രയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ബ്രഹ്മരന്ധം നേടാൻ കഴിയൂ. കുട്ടിക്കാലത്ത് നാക്ക് നീട്ടാനും വികസിപ്പിക്കാനും പരിശീലിച്ചാൽ അത് എളുപ്പമായിരിക്കും. പ്രായമാകുമ്പോൾ നാവിന്റെ ഞരമ്പുകൾ കട്ടിയാകുകയും നീളം കൂടുകയും ചെയ്യും. അതിനാൽ പ്രായമായവർക്ക് കുറച്ച് കൽപ്പമെടുത്ത് നാവ് വികസിപ്പിക്കണം. ഒരു ചെറിയ കത്തിയെടുത്ത് നാവിന്റെ അഗ്രത്തിലുള്ള നാഡി മുറിച്ച് ഉപ്പും മഞ്ഞളും തുല്യ പൊടിയിൽ കലർത്തി അവിടെ വയ്ക്കുക. രാവിലെയും വൈകുന്നേരവും 7 ദിവസം ആ സ്ഥലത്ത് തടവുക. തുടർന്ന് പ്രാക്ടീഷണർ വീണ്ടും നാവിന്റെ അടിഭാഗത്തുള്ള മറ്റൊരു നാഡി മുറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊടി പുരട്ടണം. ഈ രീതിയിൽ ഏകദേശം 6 മാസത്തേക്ക് നാവ് മുറിച്ച് നന്നാക്കണം. അപ്പോൾ മാത്രമേ അവന്റെ നാവിന് സ്വതന്ത്രമായി ബ്രഹ്മരന്ധ്രത്തിൽ എത്താൻ കഴിയും. ഇത്തരത്തിലുള്ള നാവു പരിശീലനത്തിനു ശേഷം പരിചയസമ്പന്നനായ പുരുഷൻ തന്റെ നാവ് വശത്തേക്ക് വളച്ച് തലയുടെ വശത്തുള്ള ദ്വാരത്തിലൂടെ മുകളിലേക്ക് കടത്തിവിടണം. ഈ കേസരി മുദ്ര ദിവസവും അരമണിക്കൂർ പരിശീലിക്കുന്നതിൽ പ്രാവീണ്യം നേടിയാൽ അവന് ഒരപകടവുമില്ല, ഭയമില്ല, മരണമെന്നൊന്നില്ല. അല്ലെങ്കിൽ ശ്വാസം മുകളിലേക്ക് വലിക്കുന്നതിൽ അവന് ബുദ്ധിമുട്ടുണ്ടാകും. കേസരി ബ്രഹ്മന്ത്രം ജപിച്ച ഒരാൾക്ക് മുത്തിൽ കേസരി ബ്രഹ്മന്ത്രം ജപിച്ചാൽ എണ്ണമറ്റ ശ്ലോകങ്ങൾ ചൊല്ലിയാലും അയാളുടെ ലിംഗം പുറത്തുവരില്ല. ഈ രീതിയിൽ നാവ് നീട്ടുന്നതും വികസിപ്പിക്കുന്നതും യോഗിയിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ പ്രപഞ്ചത്തിൽ പ്രശസ്തിയും സന്തോഷവും ആഗ്രഹിക്കുന്നവർ മാത്രമേ അത് പരിശീലിക്കാവൂ. ഈ യോഗാഭ്യാസത്തിന് അനുകൂലമായി ചില വ്യവസ്ഥകൾ പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടവയിൽ 2 എണ്ണം നമുക്ക് പരാമർശിക്കാം. 1. മൂലബന്ധം. 2. കുതികാൽ ഉപയോഗിച്ച് ഒരാൾ മലദ്വാരം നേരെ പിടിച്ച് മലദ്വാരമടച്ച് മലദ്വാരം മുതൽ സുഷുമ്നാ നാഡി വരെ അപാനവായു ശ്വസിക്കണം. തുടർന്ന് ഒരാൾ മലദ്വാരം അടച്ച് നിശബ്ദത പാലിക്കണം. ഈ രീതിയിൽ പ്രാണനെ ധ്യാനിച്ചാൽ മേഘങ്ങളുടെ ശബ്ദം പോലുള്ള ശബ്ദങ്ങൾ കേൾക്കും. അപാനവായു ശബ്ദത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു.
ഈ മൂലബന്ധം പരിശീലിച്ചാൽ പ്രാണനും അപാനവായുവും സുഷുമ്നാ നാഡിയിൽ ഒന്നിക്കുന്നു. സുഷുമ്നാ നാഡി ബ്രഹ്മരന്ധ്രത്തിലേക്ക് പോയി ശബ്ദവുമായി കൂടിച്ചേരുന്നു. അവിടെ സഹസ്രാരത്തിൽ എല്ലാം ഒന്നിക്കുന്നു. മൂലബന്ധം നീക്കം ചെയ്യപ്പെടുന്നതിനാൽ സദ്വൃത്തനായ വ്യക്തി ചെറുപ്പമാകുന്നു. സുഷുമ്നാ നാഡിയിലൂടെ പുറത്തുവരുന്ന കുണ്ടലിനി ശക്തി ഉയർന്നു മുകളിലേക്ക് പോയാൽ മുകളിലെ കണ്ണായ കഴുത്തിന്റെ പിൻഭാഗവും നേരെയാകും. യോഗിക്ക് ഒരു ദിവസം പോലും ലഭിക്കില്ല. പിന്നെ കഴുത്ത് മുന്നോട്ട് വളയ്ക്കുക. 2. ജലന്ധരബന്ധ. കഴുത്ത് നെഞ്ചിൽ നിന്ന് 4 ഇഞ്ച് ഉയരത്തിൽ അതേ സ്ഥാനത്ത് വെച്ചുകൊണ്ട് ഒരാൾ ശ്വാസത്തെ നിയന്ത്രിക്കണം. ആ ശ്വാസത്തോടെ നാഡിയും കലയിലെയും ബ്രഹ്മരന്ധ്രത്തിലേക്ക് മുന്നോട്ടു പോകണം. ഒരാൾ ശ്വാസത്തെ അമൃതസ്കനത്തിലേക്ക് തിരിച്ചുവിടുകയും നാവുകൊണ്ട് അതടയ്ക്കുകയും വേണം. ജലന്ധരബന്ധ പരിശീലിച്ചുകൊണ്ട് അമൃത താഴേക്കൊഴുകുന്നത് നിർത്തിയാൽ ഒരാൾക്ക് എളുപ്പത്തിൽ ശ്വാസത്തെ ബ്രഹ്മരന്ധ്രത്തിലേക്ക് നയിക്കാൻ കഴിയും. നാഡികളിൽ നിന്ന് അമൃത വലിച്ചെടുക്കുമ്പോൾ തന്നെ അത് നിർത്തണം. തൊണ്ടയിലെ വിശുദ്ധിയിൽ അത് നിർത്തണം. തുടർന്ന് അത് മുന്നോട്ട് നയിക്കണം. ഇവിടെ 6 അടിത്തറകളിലെ യോഗിയുടെ അനുഷ്ഠാനത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം. 1. മൂലാധാര, പൃഥ്വിസ്ഥാനം. 2. സ്വാധിഷ്ഠാന, അപ്പുസ്ഥാനം. 3. മണിപൂരക, അഗ്നിസ്ഥാനം. 4. അനഗത, വായുസ്ഥാനം. 5. വിശുദ്ധി, ആകാശസ്ഥാനം. 6. ആജ്ഞ, മനസ്ഥാനം. 7. സഹസ്രാരം അല്ലെങ്കിൽ ബ്രഹ്മരണ്ഡം, ബ്രഹ്മസ്ഥാനം. 6ാമത്തെ അടിത്തറയായ ആജ്ഞ വരെ ജീവൻ അതിന്റെ സ്വഭാവം മാറ്റാതെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. സഹസ്രാരത്തിലൂടെ കടന്നുപോയ ശേഷം അത് പരമാത്മാവുമായി ഒന്നിക്കുന്നു. മൂലത്തിൽ കുണ്ടലിനി ചക്രം 3 ചുരുളുകളായി ചുരുട്ടി വായ്കൊണ്ട് കടിച്ച് സുഷുമ്നയിൽ സൂക്ഷിക്കുന്നു. അതിന് ആത്മപ്രകാശമുണ്ട്. ഇതിനെ വാക്കിന്റെ മാതാവ് എന്നും വിളിക്കുന്നു. എല്ലാ നാഡികളും അതിനെ ചുറ്റിപ്പറ്റിയാണ്. ഇതിനെ വിത്തെന്നും വിളിക്കുന്നു. ഈ കുണ്ടലിനി ശക്തിയാണ് പരമാത്മശക്തി. സത്വ, രജസ്, തമസ് എന്നിങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളുടെയും ഉത്ഭവസ്ഥാനമാണിത്. കോടിക്കണക്കിന് സൂര്യന്മാരുടെ പ്രകാശത്താലും കോടിക്കണക്കിന് ചന്ദ്രന്മാരുടെ തണുപ്പിനാലും ഈ ശക്തി പ്രകാശിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നീ 3ന്റെയും സംയോജനമാണിത്. ഇതിനെയാണ് മഹാശക്തി എന്ന് വിളിക്കുന്നത്. ഈ വിത്തിന് കർമ്മശക്തിയും അറിവിന്റെ ശക്തിയുമുണ്ട്. ഇത് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. കുണ്ടലിനിയിൽ വ്യാപിച്ചിരിക്കുന്ന ജ്വാലയുടെ രൂപത്തിലുള്ള ഊർജ്ജത്തെ കാമബീജം എന്ന് വിളിക്കുന്നു. ഈ മൂലധാരയിൽ തുടർച്ചയായി ധ്യാനിച്ചാൽ നിരവധി സിദ്ധികൾ ലഭിക്കും. ഇതിൽ ധ്യാനിക്കുന്നയാൾ ക്രമേണ ഭൂമിക്കു മുകളിൽ ഉയരും. ഈ സാധകന്റെ മുഴുവൻ ശരീരവും പ്രകാശിക്കും. അവൻ സർവജ്ഞനാകും. ഒരു രോഗവും അവനെ ബാധിക്കില്ല. സരസ്വതി അവന് പൂർണ്ണമായ ഗത നൽകും. അവൻ ആഗ്രഹിക്കുന്നതെന്തും അവൻ നേടും. 6 മാസം തുടർച്ചയായി ഇത് ജപിച്ചാൽ അവന്റെ പ്രാണൻ തീർച്ചയായും സുഷുമ്നയിൽ പ്രവേശിക്കും. ഒരു പിച്ചള പാദപാത്രത്തിൽ ധാരാളം വെള്ളമെടുത്ത് ഉദാരമായ ഒരു മാലഭാഗമുണ്ടാക്കി കുക്തവര വെള്ളത്തിൽ കഴുകുക. തുടർന്ന് നടുവിരൽ മലദ്വാരത്തിൽ തിരുകുകയും അതിനു ചുറ്റും തടവി നന്നായി വൃത്തിയാക്കുകയും വേണം. വളരെ മൃദുവായൊരു തുണി നനയ്ക്കണം. ഈ തുണി നടുവിരൽ ഉപയോഗിച്ച് മലദ്വാരത്തിൽ തിരുകണം. കുടലുകൾ വൃത്തിയാക്കണം. തുടർന്ന് ഇഷ്ടാനുസരണം ചൂടുള്ളതോ തണുത്തതോ ആയ വെള്ളത്തിൽ സ്കാൻ നടത്തണം. പല്ലു പറിച്ചെടുക്കുന്ന രീതി നേരത്തെ വിവരിച്ചിട്ടുണ്ട്. പല്ലുകൾ പറിച്ചെടുക്കുമ്പോൾ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരെടുത്ത് മുഖത്ത് അല്ലെങ്കിൽ കവിൾ തടങ്ങളിലും നെറ്റിയിലും പുരട്ടണം. തുടർന്ന് മുഖം ശുദ്ധമായ വെള്ളത്തിൽ കഴുകണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മുഖത്തെ എല്ലാ അഴുക്കും അരിമ്പാറയും അപ്രത്യക്ഷമാകും. മുഖത്തൊരു തിളക്കം പ്രത്യക്ഷപ്പെടുകയും അത് തിളക്കമുള്ളതായിരിക്കും ചെയ്യും. 2ാമത്തേതായ സ്വാധിഷ്ഠാനത്തിൽ ധ്യാനിക്കുന്നവന് മരണമില്ല. അവന്റെ ശരീരം വായുകൊണ്ട് മാത്രം നിറഞ്ഞിരിക്കുന്നു. അവൻ ഭക്ഷണത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുന്നു. പാലും അരിയും ഏറ്റവും നല്ല ഭക്ഷണമാണ്. ഉപ്പ് ഒട്ടും ചേർക്കരുത്. 3ാമത്തേതായ മണിപൂരകത്തിൽ ധ്യാനിക്കുന്നവൻ ഏതു നിമിഷവും എല്ലാ വിഷമങ്ങളിൽ നിന്നും മുക്തനാകുകയും നിരന്തരമായ ശാശ്വതമായ ആനന്ദം നേടുകയും ചെയ്യുന്നു. ശരീരം വിട്ട് അതിൽ പ്രവേശിക്കാനുള്ള കഴിവ് അയാൾക്ക് ലഭിക്കുന്നു. ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന വസ്തുക്കൾ കാണാനുള്ള ശക്തി അയാൾക്ക് ലഭിക്കുന്നു. പാലും പഞ്ചസാരയും പഴങ്ങളും സമൃദ്ധമായി കഴിക്കുന്നത് അയാൾക്ക് നല്ലതാണ്. ജങ്ക് ഫുഡിന്റെ ഉപഭോഗം ക്രമേണ കുറയ്ക്കണം. യോഗയിൽ പുരോഗതി കൈവരിക്കാൻ ഭക്ഷണത്തിൽ പാലും പഞ്ചസാരയും അടങ്ങിയതാണ് നല്ലത്. കാരണം അപ്പോൾ മാത്രമേ ശരീരം പ്രകാശമുള്ളൂ. 4ാമത്തേതായ അനഘതിൽ ധ്യാനിച്ചാൽ ഈ ലോകത്തിലെയും നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമല്ലാത്ത മറ്റു ലോകങ്ങളിലെയും എല്ലാ വസ്തുക്കളെയും നേടാൻ കഴിയും. ഈ അടിത്തറ ഹൃദയത്തിലാണ്. അവൻ നേടുന്ന അറിവ് പരിധിയില്ലാത്തതായിരിക്കും. അവൻ 3 യുഗങ്ങളിലെയും ജ്ഞാനിയായിരിക്കും. മനസ്സിനെ ആകാശത്തേക്ക് കൊണ്ടുപോകാനുള്ള ശക്തി അയാൾ നേടും. ഇതിൽ ധ്യാനിക്കുന്ന ഒരാൾ
പാലും വെണ്ണയും മാത്രം കഴിക്കുന്നതാണ് നല്ലത്. കട്ടിയുള്ള ഭക്ഷണം എത്ര കുറച്ച് കഴിക്കുന്നുവോ അത്രയും നല്ലത്. വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. 5-ാമത്തേത് വിശുദ്ധി. തൊണ്ടയിലാണ്. ഈ അടിത്തറയിൽ ധ്യാനിക്കുന്ന ഒരാൾക്ക് വേദങ്ങളുടെയും എല്ലാ രഹസ്യങ്ങളും അയാൾക്ക് സ്വയം വ്യക്തമാകും. അയാൾക്ക് നേരിയ കോപം പോലും വന്നാൽ അവന്റെ ശരീരം മുഴുവൻ വിറയ്ക്കും. ദൃശ്യപ്രപഞ്ചത്തിലെ സന്തോഷവും ദുഃഖവും അയാൾ അറിയുന്നില്ല. എന്ത് ജോലി ചെയ്താലും അയാൾ ക്ഷീണിതനാകുന്നില്ല. ഇത്രയും ആളുകളെ ഇത്രയും വർഷത്തേക്ക് അയാൾക്ക് ചെറുക്കാൻ കഴിയും. അവന്റെ ശക്തി കുറയുന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ അദ്ദേഹത്തിന് ഒരു ക്ഷണിക നിമിഷം പോലെ തോന്നുന്നു. 6-ാമത്തെ ആജ്ഞയെക്കുറിച്ച് ധ്യാനിക്കുന്നയാൾ അമർത്യനാണ്. 7-ാമത്തെ ബ്രഹ്മരന്ധ്രത്തിൽ സഹസ്രാരമെന്നറിയപ്പെടുന്ന 1000 ഇതളുകളുള്ള ഒരു ഔറാണ്ടുണ്ട്. ഇതിന്റെ മധ്യത്തിൽ ചന്ദ്രനുണ്ട്. ഇവിടെ നിന്ന് അമൃത് നിരന്തരം ഒഴുകുന്നു. അമൃത നദിയുടെ മധ്യത്തിലേക്ക് നിരന്തരം ഒഴുകുന്നു. അത് ഇടതുവശത്തേക്ക് പോകുമ്പോൾ അതിനെ ഗംഗ എന്ന് വിളിക്കുന്നു. മധ്യഭാഗം ആജ്ഞയുടെ വലതുവശത്തുകൂടി ഇടത് നാസാരന്ധ്രത്തിലൂടെ കടന്നുപോകുന്നു. ഇവിടെ ഇതിനെ ഉത്തരഗംഗ എന്ന് വിളിക്കുന്നു. യോഗി മധ്യഭാഗത്തിനും പിങ്കളയ്ക്കുമിടയിലുള്ള ഭാഗത്ത് കണ്ണുകൾ ഉറപ്പിച്ച് ധ്യാനിക്കണം. ആജ്ഞയുടെ ഇടതുവശത്തുകൂടി പിങ്കള വലത് നാസാരന്ധ്രത്തിലൂടെ ഒഴുകുന്നു. 4 ദളങ്ങളുള്ള മൂലാധാരത്തിന്റെ മധ്യത്തിൽ സൂര്യനുണ്ട്. അത് നിരന്തരം വിഷം വമിച്ചുകൊണ്ടിരിക്കുന്നു. അമൃത് നാസാരന്ധ്രത്തിന്റെ ഇടതുവശത്തേക്ക് ഒഴുകുന്നതുപോലെ വിഷം നാസാരന്ധ്രത്തിന്റെ വലതുവശത്തേക്ക് ഒഴുകുന്നു. ആജ്ഞയിൽ ഭക്ഷണം നിർത്തി യമം അനുഷ്ഠിക്കുന്ന യോഗിയുടെ കാൽക്കൽ ദേവന്മാർ വീണ് നമസ്കരിക്കും. നിൽക്കുമ്പോൾ ബ്രഹ്മന്ത്രത്തിൽ 10 തരം ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇവയിലൊന്ന് ബ്രഹ്മന്ത്രത്തിന്റെ പ്രവേശന കവാടത്തിലാണ് സംഭവിക്കുന്നത്. മറ്റ് 9 എണ്ണം ബ്രഹ്മന്ത്രത്തിന് ചുറ്റും സംഭവിക്കുന്നു. യോഗയിൽ തത്വങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ, അനുഭവിക്കേണ്ടത് പ്രധാനമാണ്. അതിനാൽ വ്യക്തമായ മനസ്സും ഉറച്ച ദൃഢനിശ്ചയവുമുള്ള ഒരാൾ മാത്രമേ യോഗ പരിശീലനത്തിൽ ഏർപ്പെടാവൂ. ബ്രഹ്മന്ത്രത്തിൽ 10 തരം ശബ്ദങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവ: ആദ്യ ശബ്ദം കണ്ണാണ്. ഈ ശബ്ദം ഒരു വലിയ കറുത്ത വണ്ടിയുടെ ശബ്ദം പോലെയാണ്. 2-ാമത്തെ ശബ്ദം തുമ്പിക്കൈയാണ്. 3-ാമത്തെ ശബ്ദം ശംഖം പോലെയാണ്. 4-ാമത്തെ ശബ്ദം ഒരു മണിയുടെ ശബ്ദം പോലെയാണ്. 5-ാമത്തെ ശബ്ദം താളമാണ്. 6-ാമത്തെ ശബ്ദം മുരളിയം, അതായത് ഓടക്കുഴലിന്റെ ശബ്ദം പോലെ. 7-ാമത്തെ ശബ്ദം വീണയുടെ ശബ്ദം പോലെ. 8-ാമത്തെ ശബ്ദം മൃദംഗത്തിന്റെ ശബ്ദം പോലെ. 9-ാമത്തെ ശബ്ദം ഇടിമുഴക്കം പോലെ. 10-ാമത്തെ ശബ്ദം സിംഹകർച്ചനയും മേഘാകർച്ചനയും ചേർന്നതുപോലെ. ഈ ശബ്ദങ്ങളെ ധ്യാനിക്കുകയും അവയെ ജപിക്കുകയും ചെയ്യുന്നവർ എല്ലാ ഭയങ്ങളിൽ നിന്നും മുക്തരാവുകയും പരമാത്മാവുമായുള്ള ഐക്യം നേടുകയും ചെയ്യും. പ്രാണഭ്രമത്തിൽ ഒരാൾ സിദ്ധി നേടിയാൽ ഈ ശബ്ദങ്ങളെല്ലാം വ്യക്തമായും കേൾക്കും. 10-ാമത്തെ ശബ്ദം വ്യക്തമായി കേൾക്കുമ്പോൾ മണി തന്റെ ജീവാത്മാവ് നഷ്ടപ്പെടുന്നു. ദിവ്യസ്വഭാവത്തെ മറികടക്കുന്നു. എല്ലാം ഉൾക്കൊള്ളുന്നതും ഏകവും ആനന്ദകരവുമായ ആത്മാവായി മാറുന്നു. മുകളിൽ പറഞ്ഞ 10 ശബ്ദങ്ങൾ ശരീരത്തിൽ നടക്കുന്ന 10 വാതകങ്ങളുടെ ഉൽപാദന സ്ഥലങ്ങളാണ്. അതിനാൽ ഒരു യോഗി, പ്രത്യേകിച്ചൊരു ഹഠയോഗി, മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ജഗ്രഹമായി പരിശീലിക്കണം. രാജയോഗം ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന മേഖലയല്ല. ആത്മാവ് അറിവിന്റെ രൂപമായതിനാൽ പൂർണ്ണവും കുറ്റമറ്റതുമായ അറിവ് നേടാൻ നാം പരിശ്രമിക്കണമെന്ന് നാം ആവർത്തിച്ച് നിഗമനിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഈ അറിവ് നേടാനുള്ള ഒരേയൊരു മാർഗമേ ഉള്ളൂ. അത് ഏകാഗ്രതയാണ്. ഏതൊരു ജ്ഞാനിക്കും താൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതു വിഷയത്തിൽ മാത്രമേ മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയൂ. അവൻ തന്റെ മനസ്സിന്റെ എല്ലാ ശക്തികളും ആ വിഷയത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് അവന് വ്യക്തമാകും. ഇപ്പോൾ ഞാൻ യോഗ എന്ന വിഷയത്തെക്കുറിച്ച് എഴുതുകയാണ്. എന്റെ മനസ്സിന്റെ എല്ലാ ശക്തികളും ഈ വിഷയത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുന്തോറും എനിക്ക് യോഗയുടെ രഹസ്യം കൂടുതൽ കാണാനും അറിയിക്കാനും കഴിയും. വായനക്കാർ അവരുടെ മനസ്സിനെ കൂടുതൽ കേന്ദ്രീകരിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വിഷയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കലകളും ഏകാഗ്രതയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വാതിൽ മുട്ടാനും തുറക്കാനുമുള്ള വഴി ഇതാണെന്നറിയുമ്പോൾ ഈ ലോകം അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പുറത്തുവിടാൻ തയ്യാറാണ്. തട്ടാനും തുറക്കാനുമുള്ള വഴി ഏകാഗ്രതയാണ്. മനസ്സ് കൂടുതൽ കേന്ദ്രീകരിക്കുന്തോറും അത് അതിന്റെ എല്ലാ ശക്തികളെയും ശേഖരിക്കുകയും അവരെ വിഷയത്തിൽ നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മനസ്സിന്റെ ഏകാഗ്രതയാണ് അറിവിനും ഉറച്ച ജ്ഞാനത്തിനും കാരണം. മനസ്സ് എപ്പോഴും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വിഭജിക്കപ്പെട്ട വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എളുപ്പമായിരിക്കാം, എന്നാൽ അതാണ് ബുദ്ധിമുട്ട്. ഒരു പുരുഷൻ തന്റെ മനസ്സിനെ ഒരു സ്ത്രീയിൽ കേന്ദ്രീകരിക്കുകയും അവളുടെ സുഖം ആസ്വദിക്കുകയും ചെയ്യുന്നു. കാരണം ഏകാഗ്രത. അവന് ലഭിക്കുന്ന ആനന്ദം അത്ര വലുതല്ല, പക്ഷെ ആ ഏകാഗ്രതയും ബാധിക്കപ്പെടുന്നു. ദാരിദ്ര്യം പെട്ടെന്ന് അവനെ പിടികൂടുന്നു. ആസ്വദിക്കാൻ ഒരു സ്ത്രീയുണ്ട്, പക്ഷെ അവന് ഭക്ഷണമില്ല. അതിനാൽ അവൻ ദുഃഖിതനാകുന്നു. കാരണം സ്ത്രീയിൽ കേന്ദ്രീകരിച്ചിരുന്ന അവന്റെ മനസ്സ്
ദാരിദ്ര്യം കാരണം അസ്വസ്ഥമാകുന്നു. അവന്റെ മനസ്സ് ഒട്ടും അസ്വസ്ഥമാകാതെ സ്ത്രീയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ അത് ആനന്ദം അനുഭവിക്കുകയായിരിക്കും. എന്നാൽ സ്ത്രീ അവനിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നതിനാൽ പുരുഷനവയെ അവൾക്ക് നൽകാൻ രാവും പകലും ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവന്റെ മനസ്സ് ഏകാഗ്രമാകാതെ അസ്വസ്ഥമാകേണ്ടത്. സ്ത്രീ മരിക്കുമ്പോൾ മനസ്സവളിൽ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ അസ്വസ്ഥമാകുകയും ദുഃഖത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അതിനാൽ ഒരു പുരുഷൻ തന്റെ മനസ്സ് കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അവനിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ലോകത്തിലെ എല്ലാ വസ്തുക്കളും അവനിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുന്നു. ഒരാൾ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൾക്ക് വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുകയും വേണം. ഒരാൾ ഒരു മകനോട് സമർപ്പിതനാണെങ്കിൽ അയാൾക്ക് ആവശ്യമായതെല്ലാം ചെയ്യുകയും അവനെ ശരിയായി വളർത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും വേണം. മനുഷ്യവർഗത്തിലല്ല, മറിച്ച് മൃഗങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മൃഗങ്ങൾക്ക് ഭക്ഷണവും മറ്റ് ആവശ്യങ്ങളും നൽകണം. സസ്യങ്ങളിലും മരങ്ങളിലും നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കണമെങ്കിൽ അവയെ പരിപാലിക്കാൻ നാം കറ്റാർവാഴ ജെൽ പുരട്ടുകയും കണ്ണുനീർ പൊഴിക്കുകയും വേണം. ഈ രീതിയിൽ നാം നമ്മുടെ മനസ്സ് ഈ വസ്തുക്കളിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയാൽ മനസ്സ് ഏകാഗ്രമാകില്ല. ആ വസ്തുക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. അതിനാൽ ഈ ദൃശ്യപ്രപഞ്ചത്തിലെ ഏതെങ്കിലും വസ്തുവിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക അസാധ്യമാണ്. കൂടാതെ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന വസ്തു നശ്വരമായിരിക്കണമെന്ന് നാം ഇതിനകം കണ്ടുകഴിഞ്ഞു. എന്നാൽ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നശ്വരമായതിനാൽ അവയ്ക്കതിന്റേതായ സ്വഭാവസവിശേഷതകൾ ഉള്ളതിനാൽ ഈ വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. അതിനാൽ ബാഹ്യപ്രപഞ്ചത്തിൽ അലഞ്ഞു നടക്കുന്നതിനു പകരം നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുകയും സത്യം അന്വേഷിക്കുകയും മനസ്സിനെ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായും നിത്യാനന്ദം നേടാൻ കഴിയും. ആന്തരികമായി പ്രകൃതിയുടെ വിഷയവും സാന്നിധ്യത്തിന്റെ വിഷയവും ഒന്നാണ്. സാന്നിധ്യത്തിന്റെ വിഷയവും നിങ്ങളിലാണ്. മനസ്സ് സാന്നിധ്യത്തിന്റെ വിഷയമാണ്. മനസ്സ് മനസ്സിലേക്ക് തന്നെ പോയി അതന്വേഷിക്കണം. മനസ്സ് മനസ്സിനെ അറിയുക എന്നതിന്റെ അർത്ഥമെന്താണ് എന്ന് ചോദിച്ചേക്കാം. ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ എഴുതുകയാണ്. എന്റെ മനസ്സ് ചിന്തകളെ സൃഷ്ടിക്കുകയും അവയെ എന്റെ പേനയുടെ അഗ്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അതേസമയം വേറിട്ട് നിന്ന് നിരീക്ഷിക്കുന്നതുപോലെ അതേ മനസ്സിന് ഈ ചിന്തകളെല്ലാം ഞാൻ എഴുതുകയാണെന്നറിയാം. മനസ്സ് ചിന്തിക്കുന്നു, മനസ്സ് ആ ചിന്തയ്ക്കനുസൃതമായി പ്രവർത്തിക്കുന്നു. മനസ്സിനും അതറിയാം. മനസ്സിനെ അറിയാമെന്നിപ്പോൾ വ്യക്തമല്ലേ? എന്നാൽ മനസ്സ് വിഭജിക്കപ്പെടുമ്പോൾ ഉള്ളിലെ സൂക്ഷ്മ മനസ്സ് ആ വിഭജിക്കപ്പെട്ട സ്ഥൂല മനസ്സിനെ അറിയുന്നു. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് മനസ്സങ്ങനെ വിഭജിക്കപ്പെടുന്നത് തടയുകയും ഉള്ളിലെ മനസ്സിനെ അറിയുകയും ചെയ്യുക എന്നതാണ്. മനസ്സിന്റെ എല്ലാ ശക്തികളും മനസ്സിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും വേണം. സൂര്യപ്രകാശത്തിൽ ഇരുട്ട് അപ്രത്യക്ഷമാവുന്നതുപോലെ ഈ ഏകാഗ്രമായ മനസ്സും ദിവ്യപ്രകാശം സ്വീകരിക്കുകയും അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും പുറത്തുവിടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ലോകത്തിന്റെ അടിത്തറയായ യഥാർത്ഥ അവസ്ഥയിൽ നാം എത്തിച്ചേരും. രാജയോഗ അനുഷ്ഠാനത്തിന്റെ മുഴുവൻ ഉദ്ദേശവും ഇതാണ്. മനസ്സിനെ എങ്ങനെ കേന്ദ്രീകരിക്കാം, മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എങ്ങനെ കണ്ടെത്താം, മനസ്സിന്റെ അടിസ്ഥാനമായ മറഞ്ഞിരിക്കുന്ന വസ്തുവിൽ എങ്ങനെ എത്തിച്ചേരാം, അനുഭവത്തിലൂടെ നമുക്ക് എങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാം, ഇതെല്ലാം രാജയോഗം പഠിപ്പിക്കുന്നു. സാധകൻ അദ്വൈതനാണോ ദ്വൈതനാണോ, ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ മുഹമ്മദീയനാണോ, ശൈവനാണോ വൈഷ്ണവനാണോ, ബ്രാഹ്മണനാണോ പരയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ രാജയോഗം ചോദിക്കുന്നില്ല. ഈ ലോകം എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യം ചോദിക്കാൻ മനുഷ്യ അവകാശമുണ്ടെന്നും സ്വയം കഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താനുള്ള ശക്തി അവനുണ്ടെന്നും രാജയോഗം വാദിക്കുന്നു. രാജയോഗം മനുഷ്യനോട് അന്ധമായി വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല. മനുഷ്യൻ എന്തെങ്കിലും വ്യക്തമായി അറിയുന്നതിനു മുൻപ് ഒന്നിലും വിശ്വസിക്കേണ്ടതില്ല. സത്യം സ്വയം ഉയർന്നുവരും. അതിനെ ഉയർത്തിപ്പിടിക്കാൻ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ബോധത്തിന്റെ ഈ അവസ്ഥയിൽ ബാഹ്യലോകത്തിൽ കാണുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല. കാരണം കാര്യങ്ങൾ നമുക്ക് ബാഹ്യമാണ്. അതുപോലെ മനസ്സിനെ ബാഹ്യമാക്കാം. അതിനുള്ള പാതയാണ് രാജയോഗ. എന്നാൽ അതിന് ദീർഘവും നിരന്തരവുമായ പരിശീലനം ആവശ്യമാണ്. ഈ പരിശീലനത്തിൽ പുരോഗമിക്കുമ്പോൾ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം അടുത്തതാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. മനസ്സ് ശരീരത്തിന്റെ സത്തയാണെന്നും മനസ്സ് ശരീരത്തെ ബാധിക്കുന്നുവെന്നും നാം വിശ്വസിക്കുന്നുവെങ്കിൽ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിനെ ബാധിക്കുന്നുവെന്ന് നാം വിശ്വസിക്കണം. ശരീരം രോഗബാധിതനാകുകയാണെങ്കിൽ മനസ്സും രോഗബാധിതനാകും. ശരീരം ആരോഗ്യവാനാണെങ്കിൽ മനസ്സും ആരോഗ്യകരമാണ്. ഒരു വ്യക്തിക്ക് ദേഷ്യം വരുമ്പോൾ നോക്കൂ, അവന്റെ മനസ്സ് അസ്വസ്ഥമാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശരീരവും അസ്വസ്ഥമാണ്. ഇത് നിങ്ങൾ അല്പം നിരീക്ഷിച്ചാൽ അത് വ്യക്തമായി പ്രകടമാകും.
മിക്ക ആളുകളുടെയും മനസ്സുകൾ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം അവരുടെ സൂക്ഷ്മമായ ജഡിക മനസ്സുകൾ നിയന്ത്രിക്കപ്പെടുന്നില്ല. മിക്ക ആളുകളും മൃഗങ്ങളെപ്പോലെയാണ്. ആഹാര, നിദ്ര, ഭയ, മൈഥുനാനി സമാനമേതത് പശുഭിർ നരാണം. അതായത് ആഹാരം, ഉറക്കം, ഭയം, മൈഥുനാനി എന്നിവ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പൊതുവായുള്ളതാണ്. മനുഷ്യരിൽ ഭൂരിഭാഗത്തിനും ഈ 4 സ്വഭാവ സവിശേഷതകളുണ്ട്. നമ്മുടെ മനസ്സ് അതിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മെ നിയന്ത്രിക്കുന്നു. നമ്മുടെ മനസ്സിന്മേൽ നമുക്ക് അധികാരമില്ല. അതിനാൽ രാജയോഗത്തിന്റെ ഉദ്ദേശം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അതിന്മേൽ അധികാരം പ്രയോഗിക്കുക, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് അതിനെ നിയന്ത്രിക്കുക എന്നതാണ്. ഈ ദൃശ്യപ്രപഞ്ചം ആ ദൃശ്യപ്രപഞ്ചത്തിന്റെ ഭൗതിക രൂപമാണ്. എപ്പോഴും കാരണമായിരിക്കുന്നത് സൂക്ഷ്മമാണ്, കാരണമായിരിക്കുന്നത് ഭൗതികമാണ്. അതിനാൽ ആന്തരിക പ്രപഞ്ചമാണ് കാരണം, ബാഹ്യപ്രപഞ്ചമാണ് കാരണം. അതുപോലെ ബാഹ്യ ഊർജ്ജങ്ങൾ ഭൗതികമാണ്, ആന്തരിക ശക്തികളും ജഡികമാണ്. അതുകൊണ്ട് ആന്തരിക ശക്തികളെ നിയന്ത്രിക്കാനുമുള്ള ഗുണം നാം നേടിയാൽ ബാഹ്യശക്തികളോടുകൂടിയ ഈ മുഴുവൻ പ്രകൃതിയും നമ്മുടെ ഉള്ളിൽ നിയന്ത്രിക്കപ്പെടുമെന്നതിൽ സംശയമില്ല. രാജയോഗി പ്രകൃതിയെ നിയന്ത്രിക്കാനും ഈ ലോകത്തെ അടിമപ്പെടുത്താനും ശ്രമിക്കുന്നു. പ്രകൃതിയുടെ പരിധികൾക്കപ്പുറത്തേക്ക് പോകാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ എല്ലാ ആന്തരികവും ബാഹ്യവുമായ പ്രപഞ്ചങ്ങളുടെയും രാജാവാകാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതിൽ പുരോഗതി കൈവരിക്കുന്നതിനനുസരിച്ച് മാനവികതയും നാഗരികതയിലും അറിവിലും വികസിക്കുന്നുവെന്നു പറയാം. അത് ബോധപൂർവമോ അബോധപൂർവമോ നേടിയാലും മനുഷ്യൻ പ്രകൃതിയെ നിയന്ത്രിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. അതുപോലെ എല്ലാ സമൂഹവും ശ്രമിക്കുന്നു. അതേ സമൂഹത്തിൽ ചില ആളുകൾ ബാഹ്യപ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുപോലെ മറ്റു ചിലർ ആന്തരിക പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഈ മനുഷ്യവംശത്തിലെ ചില കൂട്ടം ആളുകൾ ബാഹ്യപ്രകൃതിയെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റു ചില കൂട്ടങ്ങൾ ആന്തരിക പ്രകൃതിയെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. രാജയോഗം ആന്തരിക പ്രകൃതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, അതിനെ നിയന്ത്രിക്കുന്നു, അങ്ങനെ ബാഹ്യപ്രകൃതിയെ നിയന്ത്രിക്കാൻ ധൈര്യപ്പെടുന്നു. മറ്റു രാജ്യങ്ങളിൽ മനുഷ്യരുടെ മനസ്സ് ബാഹ്യപ്രകൃതിയിൽ പ്രവർത്തിച്ചു. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. നമ്മുടെ മാതൃരാജ്യമായ ഈ ഭാരതവർഷത്തിൽ ആന്തരിക പ്രകൃതിയെ അന്വേഷിക്കുകയായിരുന്നു. ഈ യോഗാഭ്യാസത്തിൽ ഒരു രഹസ്യവുമില്ല. ഒരു രഹസ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അതിൽ ചില ബലഹീനതകളുണ്ടെന്ന് നാം അറിയണം. നമുക്കൊരിക്കലും ബലഹീനത അനുഭവപ്പെടാത്തതിനാൽ ആ രഹസ്യം അനാവശ്യമായി നീക്കം ചെയ്യണം. ശക്തിയാണ് ജീവിതത്തിലേക്കുമുള്ള പാത. അതിനാൽ നമ്മെ ദുർബലപ്പെടുത്തുന്നതെന്തും അത് നമ്മൾ അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. സ്വാർത്ഥ താൽപര്യമുള്ള ആളുകൾ യോഗയുടെ ശാസ്ത്രത്തെക്കുറിച്ച് ഗവേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ അറിവിനെ സ്വാർത്ഥ താൽപര്യത്തിൽ നിന്ന് രഹസ്യമെന്ന് വിളിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ആ ശാസ്ത്രത്തിന് തന്നെ നാശം തേടിയിരിക്കാം. ശാസ്ത്രത്തിന്റെ മുഴുവൻ ഉദ്ദേശവും ഐക്യം, പലതിനും കാരണമായ ഏകത്വവും പലതിനും കാരണമായ ഏകത്വവും എന്നിവ കണ്ടെത്തുക എന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹർഷിയാണ് രാജയോഗം തയ്യാറാക്കി പരിഷ്കരിച്ചത്, വഴിയിൽ ഒരു വെളിച്ചമായി നിലകൊണ്ടു. ഇപ്പോൾ യോഗയെക്കുറിച്ച് എഴുതുന്നവരെല്ലാം രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വളരെ ബുദ്ധിമുട്ടുള്ള ഭാഷയിൽ എഴുതുകയും ചെയ്യുന്നു. എന്റെ ഒരു സുഹൃത്ത് പലപ്പോഴും പറയുന്നത് ഞാൻ ഓർക്കുന്നു. കഥം പദം പോലുള്ള വാക്കുകൾ മറ്റുള്ളവർക്ക് അർത്ഥമാക്കാത്തതും തനിക്കുപോലും മനസ്സിലാകാത്തതുമായ രീതിയിൽ എഴുതുകയോ സംസാരിക്കുകയോ ചെയ്യുന്നയാൾ ഒരു വലിയ വേദന നദിയാണ്. അതുപോലെ മൂരാധരം, സ്വാധിഷ്ഠാനം പോലുള്ള കുറച്ചു വാക്കുകൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കി എല്ലാം പരാഗശ്യമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നിങ്ങൾക്കൊരു യോഗിയുടെ പേരെടുക്കാം. ഹഠയോഗിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നല്ല എന്നതിനാൽ, മറിച്ച് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും നിരവധി പുസ്തകങ്ങൾ വായിച്ച് കഴിയുന്നത്ര മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാനത് എഴുതിയതെന്നും ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പരിമിതമായ അറിവിന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടാകാം. പുസ്തകങ്ങളുടെ ചില ഭാഗങ്ങൾ അതേപടി കടർത്തിയെഴുതി മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കോ അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവർക്കോ ചിന്തിക്കാവുന്നതാണ്. ആശയക്കുഴപ്പത്തിലായവർക്കോ അത് ഉപയോഗപ്രദമാകുമെന്ന് കരുതി. എന്നാൽ രാജയോഗം എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയതിനാൽ എന്റെ മനസ്സിൽ ഒരു ചെറിയ സംശയവുമോ ഭയമോ ഇല്ല. അതിനാൽ യോഗയിൽ ഒരു രഹസ്യമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അത് പറയാൻ വ്യക്തമായിരിക്കരുത്, അല്ലെങ്കിൽ അയാൾ സ്വയം സംതൃപ്തനായിരിക്കണം. പകൽ വെളിച്ചത്തിൽ യോഗ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് രാജയോഗം പലരുടെയും സാന്നിധ്യത്തിൽ പരസ്യമായി വിശദീകരിക്കണം. ഒരു രാജകുമാരൻ സ്വയം ഒളിച്ചിരിക്കണമെങ്കിൽ ഒരു രാജാവ് സ്വയം ഒളിക്കുമോ? അതിനാൽ രാജയോഗത്തിൽ ഒരു രഹസ്യവുമില്ല. രാജയോഗത്തിന് സാഖ്യശാസ്ത്രമാണ് അടിസ്ഥാനം. മനസ്സ് ജീവിയുടെ കയ്യിലുള്ള ഒരു ഉപകരണം പോലെയാണ്. ബാഹ്യവസ്തുക്കളെ മുറുകെ പിടിക്കുന്നു. മനസ്സ് നിരന്തരം മാറുകയും ചലിക്കുകയും ചെയ്യുന്നു. അതിനാൽ അത് നിശ്ചലമായും ചലിക്കാതെയും സൂക്ഷിക്കുകയാണെങ്കിൽ
അതിനെ ഒരേ സമയം ഇന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്താനും എല്ലാത്തരം അറിവുകളും ഒരേ സമയം സ്വീകരിക്കാനും കഴിയും. അതിന് ഉള്ളിലേക്ക് ആഴത്തിൽ നോക്കാനുള്ള ശക്തിയുണ്ട്. ഈ ശക്തി നേടാൻ യോഗി ആഗ്രഹിക്കുന്നു. യോഗി മനസ്സിന്റെ ശക്തികളെ ഉള്ളിലേക്ക് നയിക്കുന്നു. അവയെ ഒരു വശത്ത് കേന്ദ്രീകരിക്കുന്നു. ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നു. മനസ്സിന്റെ വ്യത്യസ്ത ഗുണങ്ങളെ അറിയാൻ സഹായിക്കുന്ന ഒരു സൂക്ഷ്മ ദർശനം നേടാൻ യോഗി പരിശ്രമിക്കുന്നു. ഹഠയോഗിയെപ്പോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ രാജയോഗി അത്ര കർശനമായിരിക്കേണ്ടതില്ലെങ്കിലും പ്രധാനമായും സത്വഗുണമുള്ളതും ശുദ്ധമായ മനസ്സിനെ വളർത്തിയെടുക്കുന്നതുമായ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. മനസ്സ് സൂക്ഷ്മമായ ഒരു വസ്തുവായതിനാൽ ഈ ഭൗതിക ശരീരത്തിന് നൽകുന്ന ഭക്ഷണം മനസ്സിനെയും ബാധിക്കുമെന്നതിൽ സംശയമില്ല. കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് പോഷണം മാത്രമല്ല നൽകുന്നത്, അത് മനസ്സിനുള്ള ഭക്ഷണവുമാണ്. മനസ്സിന്റെ സ്വഭാവം കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കാണിക്കാൻ നമുക്ക് 2 ഉദാഹരണങ്ങൾ നൽകാം. കറുപ്പു കഴിച്ചവരുടെയും മദ്യം കുടിച്ചവരുടെയും മനസ്സിലെ വ്യത്യാസം നമുക്ക് വിശദമായി കാണാം. കൂടാതെ ആന, ആട്, പശു തുടങ്ങിയ വന്യമൃഗങ്ങൾ എത്ര സൗമ്യരാണ്. മാംസഭുക്കുകൾ, കടുവ, കഴുകൻ തുടങ്ങിയ മൃഗങ്ങൾ എത്ര ക്രൂരരാണ്. അതിനാൽ മനസ്സിന്റെ സ്വഭാവവും ഭക്ഷണത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്നതിൽ സംശയമില്ല. ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളും ഭക്ഷണത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. വിശന്നാൽ ശരീരം ദുർബലമാകും. ശരീരം ദുർബലമായാൽ മനസ്സും ദുർബലമാകും. ഓർമ്മശക്തിയും കുറയും. യോഗയാരംഭിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധാലുവായിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് നമ്മൾ പരിശീലനത്തിൽ അല്പം മെച്ചപ്പെടുകയും മനസ്സ് ശക്തമാവുകയും ചെയ്യുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ അത്ര ശ്രദ്ധാലുവായിരിക്കേണ്ടതില്ല. എന്തായാലും ഒരു രാജയോഗി ഒരു ഹഠയോഗിയെപ്പോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത്ര കർശനമായിരിക്കേണ്ടതില്ല. ഒരു യോഗി നാവ് വളർത്തി കുന്തോധരനെപ്പോലെ രുചികരമായ ഭക്ഷണം തേടി വയറുവീർക്കുന്നതുവരെ കഴിക്കരുത്. എന്നാൽ സ്വയം പട്ടിണി കിടക്കരുത്. ശരീരത്തെ പീഡിപ്പിക്കരുത്.